വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റനായ. അപ്പോൾ ഇന്ന് വി ആർ ഗോയിങ് ടു ഹാൻഡിൽ എ ബ്യൂട്ടിഫുൾ ലെസൺ. +1 ക്ലാസ്സിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ദ പോർട്രേറ്റ് ഓഫ് ദ ലേഡി എന്ന് പറയുന്ന ലെസണാണ് നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആ ലെസണൊക്കെ ഒന്ന് വായിച്ചു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ലെസണാണ്. ഒരു ഗ്രാൻഡ് മദറും ഗ്രാൻഡ് സണ്ണും തങ്ങളിലുള്ള ക്ലോസ് ഇൻറ്റിമസിയുടെ ഒരു ലെസണാണത്. സോ ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദാറ്റ് ലെസൺ. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോടൊക്കെ ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, നമ്മളെപ്പോഴാണെങ്കിലും ഒരു സ്റ്റോറി വായിക്കുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് റീഡിങ് ദാറ്റ് ഓർ അപ്പാർട്ട് ഫ്രം റീഡിങ് ദാറ്റ് ആ സ്റ്റോറി വിഷ്വലൈസ് ചെയ്ത് നോക്കുക നമ്മളത് വായിക്കുമ്പോൾ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സോ ദ സെയിം തിങ് തന്നെയാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോറി വായിക്കുന്നതോടൊപ്പം പ്ലീസ് ട്രൈ ടു വിഷ്വലൈസ് ദാറ്റ് ഇൻ യുവർ മൈൻഡ് സോ ദാറ്റ് ക്യാൻ ഗീവ് എ പ്രോപ്പർ ഫീലിംഗ് ഫോർ യു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു നമ്മുടെ ഓഥറും അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദറും തങ്ങളിലുള്ള ഒരു ഇൻറ്റിമസിയുടെ ഒരു ലെസണാണിത്. സോ ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് ലെസൺ. അപ്പോൾ ആദ്യം ഞാൻ ഓഥറിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ പറയും. അതിനുശേഷം നമ്മൾ ലെസൺ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ പോകും. ഓക്കെ, അപ്പോൾ ഇത് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലെസണിലോട്ട് പോവാം. ഓഥറിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രോയിൽ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കഥ കേൾക്കുന്നതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ലിസണിങ് ടു ദാറ്റ് പ്ലീസ് ട്രൈ ടു വിഷ്വലൈസ് ദ സ്റ്റോറി ഇൻ യുവർ മൈൻഡ്. ആ കഥ കേൾക്കുന്നതോടൊപ്പം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലും കൂടി ഒന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. സോ ദെൻ യു വിൽ ഗെറ്റ് എ റിയൽ ഫീൽ. അപ്പം നമുക്ക് പോവാം. ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി, അതാണ് നമ്മുടെ ലെസൺ, ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഖുശ്വന്ത് സിംഗ്. My grandmother, like everybody's grandmother, was an old woman. She had been old and wrinkled for the 20 years that I had known her. People said that she had once been young and pretty and had even had a husband, but that was hard to believe. My grandfather's portrait hung above the mantelpiece in the drawing room. He wore a big turban and loose-fitting clothes. His long white beard covered the best part of his chest, and he looked at least 100 years old. He did not look the sort of person who would have a wife or children. He looked as if he could only have lots and lots of grandchildren. As for my grandmother being young and pretty, the thought was almost revolting. She often told us of the games she used to play as a child that seemed quite absurd and undignified on her part, and we treated it like the fables of the prophets she used to tell us. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനിൽ പോവാം. അപ്പം ഞാൻ ഫസ്റ്റ് പാരഗ്രാഫാണ് വായിച്ചത്. സോ ഇൻ ദിസ് ഫസ്റ്റ് പാരഗ്രാഫ് വി ക്യാൻ സീ എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ഓഥേഴ്സ് ഗ്രാൻഡ് മദർ. ഓഥറിൻ്റെ ഒരു ഗ്രാൻഡ് മദറിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിലും അതേപോലെ നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോ മൈ ഗ്രാൻഡ് മദർ, നമുക്ക് എല്ലാവർക്കും ഗ്രാൻഡ് മദർ ഉണ്ടല്ലേ. അപ്പോൾ ഓഥർ പറയാണ്, മൈ ഗ്രാൻഡ് മദർ ലൈക്ക് എവ്രിബഡീസ് ഗ്രാൻഡ് മദർ, നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഗ്രാൻഡ് മദറിനെ പോലെ വാസ് ആൻ ഓൾഡ് വുമൻ, കുറച്ച് പ്രായമേറിയ സ്ത്രീയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ അമ്മയുടെ അമ്മയെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഓൾഡാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഓൾഡാണ്. സോ ഷീ ഹാഡ് ബീൻ ഓൾഡ് ആൻഡ് റിങ്കിൾഡ് ഫോർ ദ 20 years ദറ്റ് ഐ ഹാഡ് നോൺ ഹർ. അപ്പോൾ എനിക്കറിയാവുന്ന കാലം തൊട്ടേ, ഓൾമോസ്റ്റ് ഐ എം 20 നൗ. അപ്പോൾ ഈ ഒരു പാസ്റ്റ് 20 years ആയിട്ട് ഷീ ഹാഡ് ദറ്റ് റിങ്കിൾഡ് ഫേസ്. റിങ്കിൾഡ് മീൻസ് ചുളുക്കൊക്കെ വന്ന ഫേസാണ്. അപ്പോൾ ഷീ ഹാഡ് ബീൻ ഓൾഡ് ആൻഡ് റിങ്കിൾഡ് ഫോർ ദ 20 years ദറ്റ് ഐ ഹാഡ് നോൺ ഹർ. അതിന് ഒരു ഇൻഡിക്കേഷനും കൂടി ഉണ്ട്, അതായത് നമ്മുടെ ഓഥറിന് 20 years ആണ്. അപ്പോൾ 20 years ആയിട്ട് അറിയാം, എനിക്കറിയാവുന്ന കാലം തൊട്ടേ. അപ്പോൾ ഓഥർ എങ്ങനെയാണ് ഈ ഗ്രാൻഡ് മദർ ഇരിക്കുന്നത്? വളരെ പ്രായമേറിയ, മുഖമൊക്കെ ചുക്കി ഇരിക്കുന്നതാണ് റിങ്കിൾഡ് ഫേസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. People said that she had once been young and pretty and had even had a husband, but that was hard to believe. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പീപ്പിൾ സെഡ് ദാറ്റ്. ഓഥർ അതൊന്നും ഡയറക്റ്റ്ലി കണ്ടിട്ടില്ല, പക്ഷേ പറഞ്ഞു കേട്ടുള്ള അറിവാണ്. ദറ്റ് ഷീ ഹാഡ് വൺസ് ബീൻ യങ് ആൻഡ് പ്രിറ്റി. വൺസ് അപ്പോൺ എ ടൈം ഷി വാസ് വെരി പ്രിറ്റി ആൻഡ് ഷി വാസ് യങ് ആൻഡ് ഹാഡ് ഈവൻ ഹാഡ് എ ഹസ്ബൻഡ്. ഒരു ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ് വാസ് ഹാർഡ് ടു ബിലീവ്. പക്ഷേ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ഓഥറിന്. പക്ഷേ എന്നിരുന്നാലും വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. എന്താണ് അതിൻ്റെ റീസൺ? മൈ ഗ്രാൻഡ് ഫാദേഴ്സ് പോർട്രേറ്റ് ഹങ് അബൌട്ട് ദ മാൻറ്റൽ പീസ് ഇൻ ദ ഡ്രോയിങ് റൂം.
പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫോട്ടോ നമ്മുടെ ഡ്രോയിങ് റൂമിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടപ്പുണ്ട്. ഹി വോർ എ ബിഗ് ടർബൻ ആൻഡ് ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് കേട്ടോ. ഹി വോർ എങ്ങനെയാണ് എ ബിഗ് ടർബൻ എന്ന് വെച്ചിരുന്നാൽ നമ്മുടെ ഈ പഞ്ചാബീസൊക്കെ ഇങ്ങനെ തലയിൽ ചുറ്റിയേക്കുമല്ലോ, ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ക്ലോത്ത് ഉണ്ടല്ലോ, അതിനാണ് ടർബൻ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ്, കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സസൊക്കെ ഇട്ടേക്കുന്ന ഒരാളായിട്ടാണ് ഗ്രാൻഡ് ഫാദറിനെ മെൻഷൻ ചെയ്തേക്കുന്നത്. His long white beard covered the best part of his chest and he looked at least 100 years old. അപ്പം നോക്കിക്കേ, അപ്പം നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് താടിയൊക്കെ നീളത്തിൽ താഴോട്ട് വളർത്തിയിട്ടേക്കുന്ന ഒരു ഓൾമോസ്റ്റ് ചെസ്റ്റ് പാർട്ടൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ വളർത്തിയിട്ടേക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് ആ ഒരു ക്ലിയർ ഇമേജാണ് ആക്ച്വലി കിട്ടുന്നത് കേട്ടോ, എങ്ങനെയാണ് ഓരോ ആൾക്കാരും എന്നുള്ളത്. ദെൻ ആൻഡ് ലുക്ഡ് അറ്റ് ലീസ്റ്റ് 100 years old. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 100 വയസ്സുള്ള ഒരാളെ പോലെയാണ് ഇരിക്കുന്നത്. ഹി ഡിഡ് നോട്ട് ലുക്ക് ദ സോർട്ട് ഓഫ് എ പേഴ്സൺ ഹൂ വുഡ് ഹാവ് എ വൈഫ് ഓർ ചിൽഡ്രൻ. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ കണ്ടു കഴിഞ്ഞിരുന്നാൽ ഒരു ഭാര്യയും മക്കളും ഉള്ള ഒരാളായിട്ട് തോന്നില്ല. പക്ഷേ എങ്ങനെയാണ് പിന്നെ കണ്ടാൽ തോന്നുന്നത്? ഹി ലുക്ഡ് ആസ് ഇഫ് ഹി കുഡ് ഓൺലി ഹാവ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഗ്രാൻഡ് ചിൽഡ്രൻ. അതൊരു വിറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ കണ്ടു കഴിഞ്ഞിരുന്നാൽ ഭാര്യയും മക്കളും ഉള്ള ആളായിട്ട് തോന്നുന്നില്ല, പക്ഷേ ഒരുപാട് ഗ്രാൻഡ് ചിൽഡ്രൻ ഉള്ളതായിട്ടാണ് തോന്നുന്നത്. ആസ് ഫോർ മൈ ഗ്രാൻഡ് മദർ ബീയിങ് യങ് ആൻഡ് പ്രിറ്റി ദ തോട്ട് വാസ് ഓൾമോസ്റ്റ് റിവോൾട്ടിങ്. അപ്പോൾ ആസ് ഫോർ മൈ ഗ്രാൻഡ് മദർ ബീയിങ് യങ് ആൻഡ് പ്രിറ്റി, എൻ്റെ ഗ്രാൻഡ് മദർ യങ്ങും പ്രിറ്റിയും ഒക്കെ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ദ തോട്ട് വാസ് ഓൾമോസ്റ്റ് റിവോൾട്ടിങ് എന്ന് വെച്ചിട്ടാൽ എക്സ്ട്രീംലി അൺപ്ലസൻറ്റ്, അല്ലെങ്കിൽ അത്ര വിശ്വസിക്കാൻ താല്പര്യമുള്ള ഒരു കാര്യമല്ല എന്ന് പറയുമല്ലോ, അതാണ് കേട്ടോ ആ എക്സ്പ്രഷൻ. ഷീ ഓഫൺ ടോൾഡ് us of the games she used to play as a child that seemed quite absurd and undignified on her part, and we treated it like the fables of the prophets she used to tell us. അപ്പോൾ എന്താ പറയുന്നത്? ഷീ ഓഫൺ ടോൾഡ് us of the games she used to play as a child. കുട്ടിയായിരുന്ന സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന ഗെയിംസിൻ്റെ കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് മദർ ഇടയ്ക്ക് പറയാറുണ്ട്. ദറ്റ് സീംഡ് ക്വൈറ്റ് അബ്സേർഡ് ആൻഡ് അൺഡിഗ്നിഫൈഡ്. അബ്സേർഡ് എന്ന് വെച്ചിരുന്നാൽ അൺറീസണബിൾ, സംതിങ് ദറ്റ് ഡസൻ മേക്ക് സെൻസ്, അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നാറുണ്ട്. ഓൺ ഹർ പാർട്ട് ആൻഡ് വി ട്രീറ്റഡ് ഇറ്റ്. അങ്ങനെയൊക്കെ കഥകൾ പറയുമായിരുന്നെങ്കിലും വി ട്രീറ്റഡ് ഇറ്റ് എങ്ങനെയാണ്? ലൈക്ക് ദ ഫേബിൾസ് ഓഫ് ദ പ്രൊഫറ്റ്സ് ഷീ യൂസ്ഡ് ടു ടെൽ us. ഫേബിൾസ് എന്ന് വെച്ചാൽ മിത്സ്, കെട്ടുകഥകൾ. അപ്പോൾ പ്രവാചകന്മാർ പറയുന്ന ഫേബിൾസ്, നമ്മൾ ഈ പഞ്ചതന്ത്രം കഥ അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെയുള്ള എന്തോ ഒരു കഥകൾ പോലെയാണ് ഈ കുട്ടിയെന്ന് വിശ്വസിച്ചിരിക്കുന്നത്. സോ ഹോപ്പ് ദാറ്റ് ഫസ്റ്റ് പാർട്ട് ഇസ് ക്ലിയർ. ആൻഡ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് എന്താണ് ആക്ച്വലി കാണാൻ പറ്റുന്നത്? ഈ ഒരു ഗ്രാൻഡ് മദറിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനും അതേപോലെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലോട്ട് പോവാം. Okay, so now we can move to the second paragraph. She had always been short and fat and slightly bent. Her face was a crisscross of wrinkles running from everywhere to everywhere. No, we were certain she had always been, as we had known her, old, so terribly old that she could not have grown older, and had stayed at the same age for 20 years. She could never have been pretty, but she was always beautiful. She hobbled about the house in spotless white, with one hand resting on her waist to balance her stoop and the other telling the beads of her rosary. Her silver locks were scattered untidily over her pale, puckered face, and her lips constantly moved in inaudible prayer. Yes, she was beautiful. She was like the winter landscape in the mountains, an expanse of pure white serenity, breathing peace and contentment. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിലും വി ക്യാൻ സീ എ വെരി ബ്യൂട്ടിഫുൾ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ഗ്രാൻഡ് മദർ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് എപ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്? വെൻ വി ആർ ക്ലോസ്ലി കണക്റ്റഡ്. നമ്മൾ ഭയങ്കരമായിട്ട് ആ വ്യക്തിയെ ഒരുപാട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളപ്പോഴും, നമ്മൾ ഒരുപാട് എപ്പോഴാണ് ഒബ്സർവ് ചെയ്യുന്നത്? നമുക്കൊരു വ്യക്തിയോട് ഒരുപാട് ഇൻറ്റിമസി തോന്നുമ്പോഴാണ് നമ്മൾ ആ വ്യക്തിയെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒബ്സർവ് ചെയ്തതിൽ നിന്ന് നമ്മുടെ ഓഥർ പറയുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം
കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ അപ്പിയറൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്താണെന്നുള്ളതാണ് വി ക്യാൻ സീ ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ്. ഓക്കെ, സോ അപ്പം ഞാൻ ഇനി ലൈൻ ബൈ ലൈനായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. She had always been short and fat and slightly bent. അപ്പോൾ അതിൽ നിന്ന് തന്നെ ആ ഒരു വ്യക്തിയുടെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടുകയാണ് നമുക്ക്. എങ്ങനെയാണ്? ഷീ ഹാഡ് ഓൾവേസ് ബീൻ ഷോർട്ട്, അപ്പം കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടാണ്, പ്ലസ് എന്താണ്, കുറച്ച് ഫാറ്റാണ്, കുറച്ച് വണ്ണമുണ്ട്, അതേപോലെ സ്ലൈറ്റ്ലി ബെൻഡ്, കുറച്ച് ഇങ്ങനെ കൂനിയാണ് നടക്കാറുള്ളത്, കുറച്ച് വളഞ്ഞിട്ടാണ് നടക്കുന്നത്. ദെൻ ഹർ ഫേസ് വാസ് എ ക്രിസ് ക്രോസ് ഓഫ് റിങ്കിൾസ് റണ്ണിങ് ഫ്രം എവ്രിവെയർ ടു എവ്രിവെയർ. അപ്പോൾ ഫേസ് കംപ്ലീറ്റ് റിങ്കിൾസ് ആണ്, ക്രിസ് ക്രോസ് പോലെ, അതായത് ഇൻറ്റു മാർക്സ് പോലെ ഇങ്ങനെ റിങ്കിൾസ് വീണ് കിടക്കുകയാണ്. അപ്പോൾ അത്രയും പ്രായമുള്ള ഒരു ഓൾഡ് ഏജ് ആയിട്ടുള്ളൊരു അമ്മയെ പറ്റിയാണ് ഈ പറയുന്നത് കേട്ടോ, നമ്മുടെ ഓഥറിൻ്റെ ഗ്രാൻഡ് മദർ. നോ, വി വേ സർട്ടൺ ഷി ഹാഡ് ഓൾവേസ് ബീൻ ആസ് വി ഹാഡ് നോൺ ഹർ. അപ്പോൾ ഓഥറിന് അത്ര ക്ലിയർ കട്ടാണ്. വി ആർ വെരി സർട്ടൺ, വി ആർ വെരി പെർട്ടിക്കുലർ. അതായത് ഗ്രാൻഡ് മദർ ഇങ്ങനെ ഒരുപാട് ഓൾഡായിട്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ള കാര്യത്തിനകത്ത് നോ ഡൗട്ട് വി ആർ വെരി സർട്ടൺ അബൌട്ട് ഇറ്റ്. ഞങ്ങൾക്ക് അറിയാവുന്ന കാലം തൊട്ടേ ഗ്രാൻഡ് മദർ ഇങ്ങനെ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളെ പോലെയാണ് ഇരിക്കുന്നത്. ഓൾഡ്, സോ ടെറിബിളി ഓൾഡ് ദറ്റ് ഷീ കുഡ് നോട്ട് ഹാവ് ഗ്രോൺ ഓൾഡർ ആൻഡ് ഹാഡ് സ്റ്റേയ്ഡ് അറ്റ് ദ സെയിം ഏജ് ഫോർ 20 years. അപ്പം ഓൾഡ്, സോ ടെറിബിളി ഓൾഡ്, ഒരുപാട് പ്രായമുള്ള ഒരു സ്ത്രീയെ പോലെയാണ് കണ്ടാലിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ അവർ വയസ്സാവാനൊന്നുമില്ല. ആൻഡ് ഹാഡ് സ്റ്റേയ്ഡ് അറ്റ് ദ സെയിം ഏജ് ഫോർ 20 years. സോ ഷീ ലുക്സ് ദ സെയിം, എക്സാക്ട്ലി ദ സെയിം ഫോർ ദ പാസ്റ്റ് 20 years. അപ്പോൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ഗ്രാൻഡ് മദറിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല, ഇതേപോലെ വയസ്സായിരിക്കുന്ന ഒരാളാണ്. ഇനി ഇതിൽ കൂടുതൽ വയസ്സാവാനുമില്ല. ആ ഒരു രീതിയിലാണ് നമ്മുടെ ഗ്രാൻഡ് മദർ ഇരിക്കുന്നത് കേട്ടോ. Then she could never have been pretty, but she was always beautiful. അപ്പോൾ ഇനി അവരെ ഒരിക്കലും ഒരു pretty ആയിട്ടൊന്നും കാണാനായിട്ട് പറ്റിയെന്ന് വരില്ല. ബട്ട് ഷി വാസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. പക്ഷേ എപ്പോഴും ഒരു ഭംഗിയുണ്ടായിരുന്നു. വയസ്സായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു ഭംഗിയുണ്ടായിരുന്നു. Then she hobbled about the house in spotless white with one hand resting on her waist to balance her stoop and the other telling the beads of her rosary. അപ്പോൾ ഹോബിൾഡ് എന്ന് വെച്ചിരുന്നാൽ walking with difficulty. അപ്പോൾ അവർക്ക് നടക്കാൻ ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ട്, ചെറിയ ഏന്തോട് കൂടി ഇങ്ങനെ ചെറിയ മുടന്തി നടക്കുക എന്ന് പറയുമല്ലോ, അപ്പോൾ അതിനെയാണ് ഹോബിൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഷീ ഹോബിൾഡ് അബൌട്ട് ദ ഹൗസ്. ഇപ്പോൾ ഏന്തിയാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇൻ സ്പോട്ട്ലെസ് വൈറ്റ്, സ്പോട്ട്ലെസ് എന്ന് വെച്ചാൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വൈറ്റ് സ്പോട്ട്ലെസ് വൈറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അവരുടെ ഡ്രസ്സിനെയാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ഡ്രസ്സൊക്കെ ധരിച്ച് വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു വൈറ്റ് ഡ്രസ്സാണ്. അതുകൊണ്ടാണ് സ്പോട്ട്ലെസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വിത്ത് വൺ ഹാൻഡ് റെസ്റ്റിംഗ് ഓൺ ഹർ വേസ്റ്റ് ടു ബാലൻസ് ഹർ സ്റ്റൂപ്പ്. അപ്പോൾ ഒരു കൈ ഇങ്ങനെ വേസ്റ്റിൽ കൊടുത്തിട്ടാണ് നടക്കുന്നത്. അവർക്കുള്ള ആ ഒരു ഏന്ത്, സ്റ്റൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഏന്താണ് കേട്ടോ. ആ ഒരു വാക്കിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വേസ്റ്റിൽ അല്ലെങ്കിൽ നടുകിൽ ഇങ്ങനെ കൈയൊക്കെ കൊടുത്തിട്ടാണ് നടക്കുന്നത്. ആൻഡ് ദ അതർ ടെല്ലിങ് ദ ബീഡ്സ് ഓഫ് ഹർ റോസറി. അപ്പോൾ അതും ഒരു അടുത്ത പോയിൻ്റാണ്. അതായത് എപ്പോഴും ഇങ്ങനെ റോസറി ചൊല്ലിക്കൊണ്ടാണ് നടക്കുന്നത്, വിച്ച് മീൻസ് ഷീ ഈസ് വെരി റിലീജിയസ്. അപ്പോൾ അതായത് റോസറി എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ കൊന്ത പോലെ അതേപോലെ ഇങ്ങനെ മുത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയെന്ന് വെച്ചിരുന്നാൽ അത് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഷീ ഈസ് വെരി റിലീജിയസ്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ആ ഒരു റോസറിയൊക്കെ ചൊല്ലിക്കൊണ്ട് നടക്കുന്നത്. ഹർ സിൽവർ ലോക്സ് വെയർ സ്കാറ്റേർഡ് അൺടൈഡ്ലി ഓവർ ഹർ പെയിൽ പക്കറ്റ് ഫേസ്. അപ്പോൾ സിൽവർ ലോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു അളകങ്ങൾ എന്ന് പറയും, ലോക്സ് എന്ന് പറയുന്നത്. നമ്മുടെ അലക്സാണ്ടർ പോപ്പിൻ്റെ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്ന ഒരു ഫേമസ് പോമുണ്ട്. അപ്പം അതേപോലെയാണ് ഇവിടെ സിൽവർ ലോക്സ് എന്ന് പറയുന്നത്. അപ്പം നല്ല വെളുത്തിട്ടുള്ള മുടിയാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് മുടി കിടപ്പുണ്ട്. അപ്പോൾ ഹർ സിൽവർ ലോക്സ് വെയർ സ്കാറ്റേർഡ് മീൻസ് ചിന്നിച്ചിതറി കിടക്കുക. അപ്പോൾ മുടിയൊന്നും അത്ര ഇങ്ങനെ ഭയങ്കര നീറ്റായിട്ടൊന്നും കെട്ടി വെച്ചിരിക്കുകയല്ല. സോ ഹർ സിൽവർ ലോക്സ് വെയർ സ്കാറ്റേർഡ് അൺടൈഡിലി ഓവർ ഹർ പെയിൽ പക്കറ്റ് ഫേസ്. പെയിൽ എന്ന് വെച്ചാൽ വെള്ളറിയ, അതേപോലെ പക്കറ്റ് എന്ന് വെച്ചിരുന്നാൽ ഒരു റിങ്കിൾഡ് ഫേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മുഖത്തേക്കൊക്കെ മുടിയൊക്കെ വീണ് കിടപ്പുണ്ട്. ആൻഡ് ഹർ ലിപ്സ് കോൺസ്റ്റൻ്റ്ലി മൂവ്ഡ് ഇൻ ഇൻഓഡിബിൾ പ്രെയർ. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ലിപ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ബട്ട് ഷി വാസ് ഓൾവേസ് പ്രേയിങ് ആൻഡ് ഇറ്റ് വാസ് ഇൻഓഡിബിൾ ഓൾസോ. നമുക്ക് ഓഡിബിൾ ഒന്നും അല്ല, ബട്ട് ഷി വാസ് ഓൾവേസ് പ്രേയിങ് സംതിങ്.
Then, yes, she was beautiful. She was like the winter landscape in the mountains, an expanse of pure white serenity, breathing peace and contentment. അപ്പോൾ എന്നിപ്പോൾ ഓഥർ പറയുകയാണ് ആക്ച്വലി ഷി വാസ് വെരി ബ്യൂട്ടിഫുൾ, ഭയങ്കര ഭംഗിയുള്ളൊരു സ്ത്രീയാണ്. ആൻഡ് എക്സ്പെൻസ് ഓഫ് പ്യുവർ സെറനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ ലാർജ് ഓപ്പൺ സ്പേസ് ദറ്റ് ഇസ് ഫിൽഡ് വിത്ത് കംപ്ലീറ്റ് പീസ് ആൻഡ് കാം. അപ്പോൾ ഈ ഗ്രാൻഡ് മദറിനെ കാണുമ്പോൾ ആക്ച്വലി ഇങ്ങനെ മൊത്തത്തിൽ വെളുത്തിട്ടാണ്, മുടിയും വെളുത്തിട്ടാണ്, ഡ്രസ്സും വെളുത്തിട്ടാണ്. അപ്പോൾ എപ്പോഴും ഒരു കാം ആൻഡ് പീസാണ് ഇവരെ കാണുമ്പോൾ നമ്മുടെ ഓഥറിന് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് 2 പാരഗ്രാഫിൽ പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഗ്രാൻഡ് മദർ. ഇത്രയും കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ഗ്രാൻഡ് മദറിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു സ്റ്റോറി കേൾക്കുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ലിസണിങ് ദാറ്റ്, അപ്പാർട്ട് ഫ്രം ലിസണിങ്, പ്ലീസ് ട്രൈ ടു വിഷ്വലൈസ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. അപ്പോൾ ആ കഥ കേൾക്കുമ്പോൾ വിഷ്വലൈസും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഫീല് കിട്ടും കേട്ടോ. സോ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ഫോർ യു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത പാരഗ്രാഫിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 3rd പാരഗ്രാഫ് തൊട്ടാണ് നമുക്ക് നമ്മുടെ ഓഥറും അതേപോലെ നമ്മുടെ ഗ്രാൻഡ് മദറും എത്രയും ഇൻറ്റിമേറ്റ് ആണ്, ആ ഒരു ക്ലോസ് കണക്ഷൻ എങ്ങനെയാണോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവർ തങ്ങളിലുള്ള റിലേഷൻഷിപ്പ്, ഹൗ വാസ് ദെയർ റിലേഷൻ എന്നുള്ളതൊക്കെ നമുക്ക് 3rd പാരഗ്രാഫിൽ നിന്നാണ് കേട്ടോ മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 3rd പാരഗ്രാഫ് വായിക്കാം. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ഗോ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ മൈ ഗ്രാൻഡ് മദർ ആൻഡ് ഐ വെർ ഗുഡ് ഫ്രണ്ട്സ്. My parents left me with her when they went to live in the city, and we were constantly together. She used to wake me up in the morning and get me ready for school. She said her morning prayer in a monotonous sing-song while she bathed and dressed me, in the hope that I would listen and get to know it by heart. I listened because I loved her voice, but never bothered to learn it. Then she would fetch my wooden slate, which she had already washed and plastered with yellow chalk, a tiny earthen ink pot, and a red pen, tie them all in a bundle, and hand it to me. After a breakfast of a thick stale chapati with a little butter and sugar spread on it, we went to school. She carried several stale chapatis with her for the village dogs. Okay. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ഇൻ ദിസ് പാരഗ്രാഫ് വി ക്യാൻ സീ ഹൗ വാസ് ദെയർ റിലേഷൻഷിപ്പ്, എങ്ങനെയാണ് അവരുടെ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോയിരുന്നത്, എത്രമാത്രം ഇൻറ്റിമസി ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇവിടം തൊട്ടാണ് ക്ലിയർ ആവുന്നത്. സോ മൈ ഗ്രാൻഡ് മദർ ആൻഡ് ഐ വെർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഗ്രാൻഡ് മദറും നമ്മുടെ ഓഥറും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. മൈ പാരൻസ് ലെഫ്റ്റ് മീ വിത്ത് ഹർ വെൻ ദേ വെൻറ്റ് ടു ലീവ് ഇൻ ദ സിറ്റി ആൻഡ് വി വെർ കോൺസ്റ്റൻ്റ്ലി ടുഗദർ. അപ്പോൾ പേരൻസ്, നമ്മുടെ ഓഥറിൻ്റെ പേരൻസ് ആക്ച്വലി നമ്മുടെ ഓഥറിനെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് സിറ്റിയിലേക്ക് പോയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് വി വെ കോൺസ്റ്റൻ്റ്ലി ടുഗദർ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അതായത് നമ്മുടെ ഓഥറും നമ്മുടെ ഗ്രാൻഡ് മദറും എപ്പോഴും ഒരുമിച്ചായിരുന്നു. കാരണം പേരൻസ് ആരും കൂടെ ഇല്ല, ദേ വെർ ഇൻ ദ സിറ്റി. സോ ദിസ് ഗ്രാൻഡ് മദർ ആൻഡ് ദിസ് ഗ്രാൻഡ് സൺ വാസ് ഓൾവേസ് ടുഗദർ. ഷീ യൂസ്ഡ് ടു വേക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഗെറ്റ് മീ റെഡി ഫോർ സ്കൂൾ. സോ ഗ്രാൻഡ് മദർ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് കേട്ടോ. സോ അപ്പം നമ്മുടെ ഓഥർ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ദറ്റ് ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു വേക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഗെറ്റ് മീ റെഡി ഫോർ സ്കൂൾ. അപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകാനായിട്ട് എപ്പോഴും രാവിലെ വിളിച്ചിരുന്നത് ഗ്രാൻഡ് മദറാണ്. ഷീ സെഡ് ഹർ മോർണിംഗ് പ്രെയർ in a monotonous sing-song while she bathed and dressed me, in the hope that I would listen and get to know it by heart. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ ഗ്രാൻഡ് മദർ വാസ് എ വെരി റിലീജിയസ് പേഴ്സൺ. വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. എപ്പോഴും ഒരു ഹിന്ദുസിൻ്റെ ആണെങ്കിലും ഒരു റോസറി ബീഡ്സ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരു അമ്മയായിരുന്നു. സോ ഷീ സെറ്റ് ഹർ മോർണിംഗ് പ്രെയർ ഇൻ എ മൊണോട്ടണസ് മീൻസ് നമുക്കത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല, അത്ര ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അങ്ങനെ ഭയങ്കര ക്ലാരിറ്റിയിലൊന്നും അല്ല പറയുന്നത്, പക്ഷേ അവരതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, മൊണോട്ടണസ് സിംഗ് സോങ് വൈൽ ഷീ ബേസ്ഡ് ആൻഡ് ഡ്രസ്ഡ് മീ ഇൻ ദ ഹോപ്പ് ദാറ്റ് ഐ വുഡ് ലിസൺ ആൻഡ് ഗെറ്റ് ടു നോ ഇറ്റ് ബൈ ഹാർട്ട്. അപ്പോൾ എന്തിനാണ് ഈ ഗ്രാൻഡ് മദർ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർക്ക് പേഴ്സണലി അതൊരു ഹാബിറ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. പ്ലസ് വൺ മോർ ഇൻറ്റൻഷൻ വാസ് ദെയർ. എന്താണ്? നമ്മുടെ ഓഥർ ഇത് കേൾക്കുകയും ബൈഹാർട്ടായി പഠിക്കുകയും ചെയ്യും എന്നൊരു എക്സ്പെക്റ്റേഷനായിരുന്നു നമ്മുടെ ഗ്രാൻഡ് മദറിന്. ഐ ലിസൺഡ് ബട്ട് ഐ ലവ്ഡ് ഹർ വോയിസ് ബിക്കോസ് ഐ ലവ്ഡ് ഹർ വോയിസ്. സോ നമ്മുടെ ഓഥർ എന്ത് ചെയ്തിരുന്നു? അവർ ഓഥർ ലിസൺ ടു ഹർ പ്രെയർ ആൻഡ് ലിസൺ ടു ഹർ വോയിസ് ബിക്കോസ് ഹി ലവ്ഡ് her voice also, but never bothered to learn it. അപ്പോൾ our author was not at all interested to learn that, but
ഹി വാസ് ഇൻട്രസ്റ്റഡ് ടു ലിസൺ ടു ഹർ വോയിസ്. ഓക്കെ, അപ്പോൾ ആ ഒരു വോയിസ് ലിസൺ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. Then she would fetch my wooden slate, which she had already washed and plastered with yellow chalk, a tiny earthen ink pot, and a red pen, tie them all in a bundle and hand it to me. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദർ എന്താ ചെയ്യുക? ഷീ വുഡ് ഫെച്ച് മൈ വുഡൻ സ്ലേറ്റ്. നമ്മുടെ ഗ്രാൻഡ് സണ്ണിന്, നമ്മുടെ ഓഥറിന് എന്താണ്, ഒരു കുഞ്ഞു വുഡൻ സ്ലേറ്റ് ഒക്കെ ഉണ്ട്. അന്ന് കുട്ടിക്കാലത്തെ കാര്യമാണ്, ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ അന്ന് സ്ലേറ്റൊക്കെയാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത് സ്കൂളിൽ പോകുമ്പോൾ. അപ്പോൾ ഒരു വുഡൻ സ്ലേറ്റ് ഉണ്ട്, അതൊക്കെ നീറ്റാക്കി വാഷ് ചെയ്ത് ക്ലീനാക്കി ഒരു യെല്ലോ ചോക്കൊക്കെ വെച്ച് കവർ ചെയ്ത്, അതേപോലെ ഒരു ടൈനി ഇങ്ക് പോട്ട്, ഒരു ഇങ്ക് പോട്ടും കൊടുക്കും, അതേപോലെ തന്നെ ആൻഡ് ഒരു റെഡ് പെന്നും കൊടുക്കും. ഇതെല്ലാം ഒരുമിച്ച് ടൈ ചെയ്തിട്ട് ഈ ഗ്രാൻഡ് മദർ തന്നെയാണ് ഈ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ആഫ്റ്റർ എ ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് എ തിക്ക് സ്റ്റെയിൽ ചപ്പാത്തി, വളരെ നേർത്ത, വളരെ തിക്ക് മീൻസ് കുറച്ച് കട്ടിയുള്ള, നേരത്തെ അല്ല കുറച്ച് കട്ടിയുള്ള, അതേപോലെ സ്റ്റെയിലാണ്, അതായത് അധികം ടേസ്റ്റ് ഇല്ലാത്ത ഒരു ചപ്പാത്തി, വിത്ത് എ ലിറ്റിൽ ബട്ടർ ആൻഡ് ഷുഗർ സ്പ്രെഡ് ഓൺ ഇറ്റ്. അപ്പോൾ കുറച്ച് ബട്ടറും ഷുഗറും ഒക്കെ ആഡ് ചെയ്ത് അധികം ടേസ്റ്റ് ഇല്ലാത്ത പക്ഷേ എന്നാൽ കുറച്ച് കട്ടിയുള്ള ഒരു ചപ്പാത്തിയാണ് നമ്മുടെ ഗ്രാൻഡ് മദർ നമ്മുടെ ഗ്രാൻഡ് സണ്ണിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ആൻഡ് വി വെൻറ്റ് ടു സ്കൂൾ. ഷീ ക്യാരിഡ് സെവറൽ സ്റ്റെയിൽ ചപ്പാത്തീസ് വിത്ത് ഹർ ഫോർ ദ വില്ലേജ് ഡോഗ്സ്. അപ്പോൾ ഇതോടൊപ്പം നമ്മുടെ ഗ്രാൻഡ് മദർ എന്തും കൂടെ ചെയ്യും, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതോടൊപ്പം കുറച്ച് ചപ്പാത്തി ആർക്ക് എടുത്തേക്കും, ആ വില്ലേജിലുള്ള ഡോഗ്സിനൊക്കെ കൊടുക്കാനായിട്ട് എടുത്തേക്കും. അപ്പോൾ ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷനൊക്കെ ചോദിക്കുമ്പോൾ നമുക്കിതൊക്കെ ആഡ് ചെയ്യാം. ഗ്രാൻഡ് മദറിൻ്റെ ക്യാരക്ടറൊക്കെ ചോദിക്കുമ്പോൾ നമുക്കിതൊക്കെ ആഡ് ചെയ്യാം. ഈ ഒരു കുട്ടിയോടുള്ള ഇൻറ്റിമസിയും ഉണ്ട്, പ്ലസ് എന്താണ്, എല്ലാ ടൈപ്പ് ഓഫ് ഹ്യൂമൻ ബീങ്സിനെയും, എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന ഒരു ലവബിൾ മൈൻഡുള്ള ഒരാളാണ് നമ്മുടെ ഗ്രാൻഡ് മദർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലോട്ട് പോവാം. സോ മൈ ഗ്രാൻഡ് മദർ ഓൾവേസ് വെൻറ്റ് ടു സ്കൂൾ വിത്ത് മീ ബിക്കോസ് ദ സ്കൂൾ വാസ് അറ്റാച്ച്ഡ് ടു ദ ടെമ്പിൾ. ദ പ്രീസ്റ്റ് ടോട്ട് us the alphabet and the morning prayer, while the children sat in rows on either side of the veranda singing the alphabet or the prayer in a chorus. My grandmother sat inside reading the scriptures. When we had both finished, we would walk back together. This time, the village dogs would meet us at the temple door. They followed us to our home, growling and fighting with each other for the chapatis we threw to them. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദർ എന്താണ്, മൈ ഗ്രാൻഡ് മദർ ഓൾവേസ് വെൻറ്റ് ടു സ്കൂൾ വിത്ത് മീ ബിക്കോസ് ദ സ്കൂൾ വാസ് അറ്റാച്ച്ഡ് ടു ദ ടെമ്പിൾ. എഗെയിൻ ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് ഷി വാസ് എ വെരി റിലീജിയസ് പേഴ്സൺ. ഓക്കെ, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് റിലീജിയസ് ബിലീഫ്സ് ഒക്കെ ഉള്ള ഒരു ലേഡിയാണ് എന്നുള്ള കാര്യം ഇതിന് വളരെ ക്ലിയർ ആണ്. സോ മൈ ഗ്രാൻഡ് മദർ ഓൾസോ അവർ ഗ്രാൻഡ് മദർ ഓൾസോ അക്കമ്പനീഡ് അവർ ഓതർ. എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ, സ്കൂളിലേക്ക് പോകുമ്പോൾ അക്കമ്പനി ചെയ്തിരുന്നു ബിക്കോസ് ദ സ്കൂൾ വാസ് വെരി നിയർ ടു എ ടെമ്പിൾ. ഒരു ടെമ്പിളിൻ്റെ അടുത്താണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത്, അറ്റാച്ച്ഡ് ടു ദ ടെമ്പിൾ. സോ ദ പ്രീസ്റ്റ് ടോട്ട് us ദ ആൽഫബറ്റ് ആൻഡ് ദ മോർണിംഗ് പ്രെയർ. അപ്പോൾ ആ സ്കൂളിലുള്ള പ്രീസ്റ്റ് എന്താണ്, നമ്മളെ ആൽഫബറ്റും പഠിപ്പിക്കും, നമ്മുടെ ഓഥറിനെ ആൽഫബറ്റും പഠിപ്പിക്കും, മോർണിംഗ് പ്രെയറും പഠിപ്പിക്കും. വൈൽ ദ ചിൽഡ്രൻ സാറ്റ് ഇൻ റോസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ വെറാൻഡ സിംഗിങ് ദ ആൽഫബറ്റ് ഓർ ദ പ്രെയർ ഇൻ കോറസ്, മൈ ഗ്രാൻഡ് മദർ സാറ്റ് ഇൻസൈഡ് റീഡിംഗ് ദ സ്ക്രിപ്റ്റേഴ്സ്. അപ്പോൾ സ്കൂളിൽ വന്ന കുട്ടികൾ വരാന്തയുടെ രണ്ട് സൈഡിലായിട്ടിരുന്ന് ഈ ആൽഫബറ്റും പ്രയറും ഒക്കെ കോറസ് പോലെ പഠിക്കുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദർ അവിടെ എന്താ ചെയ്യുന്നത്, സാറ്റ് ഇൻസൈഡ് റീഡിംഗ് ദ സ്ക്രിപ്റ്റേഴ്സ്, വേദങ്ങളും അങ്ങനെയൊക്കെയുള്ള ബുക്സൊക്കെ വായിച്ച്, ട്രഡീഷണൽ ആയിട്ടുള്ള ദൈവികമായിട്ടുള്ള ബുക്സൊക്കെ വായിച്ച്, ആൻഡ് ഷീ വാസ് എൻജോയിങ് ഹർ ലൈഫ് ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ when we had both finished, we would walk back together. സോ ആഫ്റ്റർ ദ ക്ലാസ് രണ്ടുപേരും ഗ്രാൻഡ് മദറും നമ്മുടെ ഓഥറും കൂടെ ഒരുമിച്ചാണ് തിരിച്ചു വരുന്നത്. വി വുഡ് വാക്ക് ബാക്ക് ടുഗദർ. ദിസ് ടൈം ദ വില്ലേജ് ഡോഗ്സ് വുഡ് മീറ്റ് us at the temple door. They followed us to our home, growling and fighting with each other for the chapatis we threw to them. അപ്പോൾ ദിസ് ടൈം ദ വില്ലേജ് ഡോഗ്സ് വുഡ്, അപ്പോൾ ഈവനിങ് ഒക്കെ അവർ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴായിരിക്കും ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്താണ്, ദിസ് ടൈം ദ വില്ലേജ് ഡോഗ്സ് വുഡ് മീറ്റ് us at the temple. ആ ഒരു വില്ലേജ് ഡോഗ്സ് എല്ലാം കൂടെ ആ ടെമ്പിളിൽ കണ്ട ഒരു വില്ലേജ് ഡോഗ്സ് എല്ലാവരും ഇവരെ ഫോളോ ചെയ്ത് കൂടെ വരാറുണ്ട്. എന്താണ് അതിൻ്റെ റീസൺ? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് മദർ ചപ്പാത്തി കൊടുക്കും, വീട്ടിൽ നിന്ന് ചപ്പാത്തി എടുത്തായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഈ ഡോഗ്സിനെ ഫീഡ് ചെയ്യാനായിട്ട്
അവർ കൊണ്ടുപോയി അവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അതൊന്നും മാത്രമല്ല, ദേ ഫോളോഡ്, ഈ ഡോഗ്സ് എന്താണ്, ദേ ഫോളോഡ് അസ് ടു അവർ ഹോം ഗ്രൗളിങ് ആൻഡ് ഫൈറ്റിങ്, ഭയങ്കരമായിട്ട് ഊളിയിട്ട് അതേപോലെ ഫൈറ്റ് ചെയ്തൊക്കെയാണ് വരുന്നത്. വിത്ത് ഈച്ച് അതർ ഫോർ ദ ചപ്പാത്തീസ് വേ ത്രൂ ടു ദം. അപ്പോൾ എന്തിനാണ് ഇവർ തങ്ങളിൽ ഫൈറ്റ് ചെയ്യുന്നത്? ആ ചപ്പാത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഡോഗ്സ് തങ്ങളിൽ ഫൈറ്റ് കൂടുന്നത്. ഗ്രാൻഡ് മദർ എറിഞ്ഞു കൊടുത്ത് ആ ഒരു ചപ്പാത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു പാർട്ടിൽ ആക്ച്വലി നമുക്ക് ഈ ഒരു ഗ്രാൻഡ് മദറും അതേപോലെ നമ്മുടെ ഓഥറും തമ്മിലുള്ള ഒരു വെരി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ കെയറിങ് ആയിട്ടുള്ളൊരു ഗ്രാൻഡ് മദറും അതേപോലെ ഗ്രാൻഡ് മദറിനോട് തിരിച്ച് സ്നേഹവും കെയറും ഒക്കെ ഉള്ളൊരു ബോയുടെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ ഒരു പാരഗ്രാഫ് വരെ കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ അവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ആ ഒരു ചൈൽഡ്ഹുഡ് പ്രായത്തിൽ ആ ഒരു ഗ്രാൻഡ് മദറിനോട് തോന്നുന്ന ഇൻറ്റിമസിയാണ് ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പാർട്ട് ക്ലിയർ ആയെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ അതും പറയുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചോദിക്കുക. ഓക്കെ.